ഹലോ, എല്ലാവർക്കും സെപ്പൽസ്&പെറ്റൽസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ കാണിക്കാൻ പോകുന്നതെല്ലാം ഗാർഡനിങ് വീഡിയോസ് ആയിരിക്കും. കൂടുതലായിട്ടും സക്കുലൻസും ഫിറ്റോണിയ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീപോട്ടിംഗ് ആണ്. നമുക്ക് ഓൾറെഡി കുറച്ച് സക്കുലൻസ് ഉണ്ട്, അപ്പോൾ നമ്മളത് അതിന് കുറച്ച് വെട്ടായി ഇരിക്കുകയാണ്. അതിൻ്റെ സോയിലൊക്കെ ഇപ്പോൾ നമ്മളൊന്ന് മാറ്റി വേറൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മളപ്പം നമുക്കുള്ളത് കുറച്ച് സക്കുലൻസ് ഓൾറെഡി ഉണ്ട്. നമ്മളത് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സോയിൽ ഭയങ്കരമായിട്ട് വെട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാട്ടർ കണ്ടൻറ്റ് ഇതിൻ്റെ സോയിലിൽ പാടില്ല. അപ്പം നമ്മളതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് മാറ്റുകയാണ്. അതേപോലെ ഓൾറെഡി 1-2 തൈകൾ വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന്. അപ്പം അത് നമ്മൾ മാറ്റി നടന്നുണ്ട്. നമ്മൾ പോട്ടി മിക്സിനായിട്ട് നമുക്ക് കൊക്കോപിറ്റ് ഇടാം. പിന്നെ നമുക്ക് പെർലൈറ്റ് നമുക്ക് ഓൺലൈൻ മേടിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ കുറച്ച് ചാണകപ്പൊടി, പിന്നെ മണലുള്ളവർക്ക് മണൽ എടുക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ മണലില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഇത് 3 ആഡ് ചെയ്യുന്നത്. പിന്നെ സാധാ സോയിൽ നമുക്ക് കുറച്ച് ഫൈനായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ചാണകം വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഫൈനായിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടി കിട്ടും. പഴയ അരിക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അരിക്കാവുന്നതാണ്. നമുക്ക് ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഇതെല്ലാം കൂടി നമുക്ക് ഒരു ഈക്വൽ റേഷ്യോയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വേറെ റേഷ്യോസ് ചിലർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ സാധാരണ എല്ലാം ഈക്വൽ എമൗണ്ടിലാണ് എടുക്കാറ്. ഇതിൽ 4 ഐറ്റംസ് ആയിരിക്കും ഉള്ളത്: ചാണകപ്പൊടി, കൊക്കോപിറ്റ്, റിവർ സാൻഡ്. ഓക്കെ, ഈ പ്ലാന്റിലാണ് ഞാൻ പറഞ്ഞ ചെറിയ 2 തൈകൾ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി നടാം. നമുക്ക് പുതിയ 2 പ്ലാന്റ്സ് കിട്ടും. വളരെ സൂക്ഷിച്ച് വേണം അപ്പോൾ ഇത് വിരിയിച്ചെടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഇതിന് റൂട്ട്സൊക്കെ വന്നതാണ്. അപ്പം അത് പതുക്കെ എടുത്ത് മാറ്റാം. അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് തൈകളെ തിരിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് പ്ലാന്റിൻ്റെ റൂട്ട്. വളരെ ചെറിയ റൂട്ട്സാണ്, വളരെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന റൂട്ട്സൊന്നും അല്ല. ഇത് ചെറിയ നാരോ റൂട്ട്സാണ് അതിനുള്ളത്. അപ്പം നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന സീഡ്ലിങ്സിനെ നമുക്ക് മാറ്റി എടുത്ത് അതിനെ മാത്രം നമുക്ക് ഈ പോട്ടിലേക്ക് കയറ്റാം. അപ്പം അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സാൻഡ് യൂസ് ചെയ്യുന്നൊരു ശരിക്കും റബ്ബർ സാൻഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പം മറ്റേ ബേക്ക് സാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സോൾട്ട് കണ്ടൻറ്റ് വ്യത്യാസം വരുമ്പോൾ അത് പ്ലാന്റ്സിന് ദോഷം ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ റേഷ്യോയിൽ എടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാന്റിന് നമുക്ക് നടാവുന്നതാണ്. ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പ്ലാന്റിനെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് വീക്ക്ലി വൺസാണ് ഇതിൻ്റെ വാട്ടർ സ്പ്രേയിങ് ഇത് വരുന്നത്, ഒരു ഫ്രീക്വൻസി വരുന്നത്. പക്ഷേ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകാൻ കാരണമാവും. നമ്മൾ കൂടുതൽ വെള്ളം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. വീക്ക്ലി വൺസാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇത് ഈ സക്കുലന്റ് പ്ലാന്റ്സിന് അധികം വെയിൽ, നോർമലി ഇത് ഡെസേർട്ടിലൊക്കെ വളരുന്ന പ്ലാന്റ്സ് ആണ്, പക്ഷേ എന്നാലും എല്ലാവരും പറയാറ് അധികം വെയിലൊന്നും വേണ്ട എന്നാണ്. പക്ഷേ എന്നാൽ ഒട്ടും വെയിൽ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും പാടില്ല. ഞാൻ വെക്കാറെല്ലാം ആദ്യം ഞാൻ വീടിൻ്റെ അകത്തായിരുന്നു വെച്ചിരുന്നത്, പിന്നെ വീടിൻ്റെ പുറത്താണ് എല്ലാം വെക്കുന്നത്. നമുക്കിതിങ്ങനെ നട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് മതിയാവും. ഇനി നമ്മൾ കുറച്ച് കാലം, അതായത് ഒരു ഏകദേശം 1 വീക്ക് ആകുമ്പോൾ നെക്സ്റ്റ് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാൻ ഒരു ടൈം ആകും. അതുവരെ ഉള്ള വാട്ടർ ഇതിനെ കിട്ടുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് നമ്മൾ റൂട്ടിൽ കുറച്ച് കേട് പോലെ കണ്ടിരുന്നു. അതുപോലെ അതിൻ്റെ കുറച്ച് അഴുക്കുകളും ഉണ്ട്. അപ്പം ക്ലീൻ ചെയ്തിട്ട്
ഞാനത് പുതിയ പോട്ടിലേക്ക് മാറ്റുന്നതാണ്. നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് തന്നെ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഈ പേർലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കരി നമ്മൾ പോക്കാകുമ്പോൾ കരി യൂസ് ചെയ്യുന്ന ആ സെയിം യൂസേജ് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ നമ്മുടെ കൊക്കോപിറ്റ് നമുക്ക് വാട്ടർ കണ്ടന്റ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊക്കോപിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് സെക്കൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ട് മിക്സ് എന്ന് പറയുന്നത്. നട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇതാണത്. നമ്മൾ 3 നട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ ഉള്ള സക്യുലൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.